വീഡിയോയിൽ നമ്മൾ ദേഗയുടെ ഹെയർ റിമൂവൽ പൗഡറാണ് കേട്ടോ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. മുന്നേ ദേഗയുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ചിൻ്റെയൊക്കെ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഹെയർ റിമൂവൽ പൗഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് ഒന്നിച്ച് നോക്കാം എന്താണ് വേർത്തിട്ടാണോ, വർക്ക് ചെയ്യുന്നുണ്ടോ, ഹെയർ റിമൂവ് ആവോ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് 590 റുപ്പീസാണ് 100 ഗ്രാമിന് കേട്ടോ. ഈ ഒരു പൗഡറിൻ്റെ കളർ എന്ന് പറയുമ്പം ഒരു യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ കളർ മാത്രമല്ല, ഇത് ഓപ്പൺ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു നമ്മളെ മഞ്ഞൾ, രക്തചന്ദനം ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അത്ര നല്ലൊരു സ്മെല്ലൊന്നും അല്ല കേട്ടോ. നമ്മളിത് വാട്ടറൊക്കെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത സമയത്ത് അത്ര നല്ലൊരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് എത്രയാണെന്ന് വെച്ചാൽ നമ്മളൊരു എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചെറിയൊരു പാച്ച് ടെസ്റ്റ് പോലെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ഫുൾ കയ്യിൽ ഞാൻ ചെയ്യുന്നില്ല, ചെറിയൊരു ഭാഗം മാത്രമേ ചെയ്തിട്ട് കാണിക്കുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ, കയ്യിലിപ്പോൾ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു പാർട്ടിൽ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫുൾ കൈ 2 കൈ ഫുള്ള് ചെയ്യാനെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവില്ല കേട്ടോ. കൈയാണെങ്കിലും കാലിനാണെങ്കിലൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവില്ല. ഇതിപ്പോൾ കുറച്ച് അധികമാണ് കേട്ടോ. ഞാൻ പാച്ച് ടെസ്റ്റിനാണെങ്കിലും ഈ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് അധികമാണ്. പക്ഷെ നിങ്ങൾ കയ്യിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അധികം ക്വാണ്ടിറ്റി വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് പോലെ വർക്ക് ആവുന്നുണ്ടോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു ഡിഫറൻസ്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കളർ നോട്ട് ചെയ്തോ കേട്ടോ. ആ ഒരു പേസ്റ്റിൻ്റെ കളർ കുറച്ച് കഴിയുമ്പോൾ അത് ചേഞ്ച് ആവുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല രോമമുണ്ട്. കാരണം ഞാൻ കുറേ ആയി ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട് രോമം വളർത്തി വെച്ചതാണ്, ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പം ജസ്റ്റ് നിങ്ങളൊരു ആപ്ലിക്കേറ്റർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റിന് വേണ്ടി മാത്രം ആയതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു പേസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തിൻ ലെയർ ഓഫ് ആണോ അതോ തിക്ക് ലെയർ വേണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു മീഡിയം ലെയറിൽ അങ്ങനെ അപ്ലൈ ചെയ്യണം കേട്ടോ. ആ ഒരു മഞ്ഞളും ചന്ദനം ഒക്കെ നല്ല സ്മെല്ലൊക്കെ ആണെങ്കിലും ബട്ട് ഇത് വെള്ളത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം എനിക്ക് അത്ര നല്ല സ്മെല്ലായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനൊരു പേസ്റ്റ് ഫോമിലാക്കി ഇതുപോലെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് 20 മിനിറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് വെച്ചിട്ട് നോക്കാം ഇത് വർക്ക് ആവുന്നുണ്ടോ. കാരണം എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല രോമമുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം നമ്മൾ വൈപ്പ് ഓഫ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവും ഹെയർ റിമൂവ് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടോ, ഇപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് ആയി കേട്ടോ. ആ ഒരു കളറല്ലാണ്ട് ആദ്യം നോട്ട് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആ ഒരു ഷെയ്ഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡാർക്ക് എന്താ പറയുക, ഡാർക്ക് ബ്രൗൺ ആ ഒരു കളറിലോട്ട് മാറി. അപ്പം ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയമായി, എനിക്കൊന്നൊരു 10 മിനിറ്റ്സ് ആയി കാണും. അപ്പോൾ കണ്ടോ ഇവിടെ സൈഡിൽ ഇങ്ങനെ കുറച്ചത് ഡ്രൈ ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഫുൾ ഇതുപോലെ ഡ്രൈ ആവുമായിരിക്കും 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും. എന്നിട്ടായിരിക്കും നമ്മൾ വൈപ്പ് ഓഫ് ചെയ്യുമ്പം നമുക്ക് നോക്കാം, വൈപ്പ് ഓഫ് ചെയ്യുമ്പോൾ പോകുമോ നോക്കാം. നമ്മൾ ചെറിയൊരു പോർഷൻ തന്നെ ചെയ്തതുകൊണ്ട് ഞാനൊരു കോട്ടൺ പാഡ് വെള്ളത്തിൽ മുക്കിയിട്ട് അത് വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെറിയൊരു പോർഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോട്ടൺ പാഡ് വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്യാം. എന്തായാലും വെള്ളം യൂസ് ചെയ്യണേ, വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ വൈപ്പ് ഓഫ് ചെയ്യണം. ഞാൻ ഇത്ര കാലം യൂസ് ചെയ്തത് വീറ്റിൻ്റെ ഒരു ഇലക്ട്രിക് ട്രിമ്മർ. അതിൻ്റെ ഇമേജ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഇത്രയും കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര എനിക്കൊന്ന് ഇയേഴ്സായി, 1-2 വർഷമായിട്ടുണ്ടോ ഇത് തന്നെ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കമ്പാരിസൺ വീഡിയോ ആ ഒരു വീറ്റിൻ്റെ ട്രിമ്മർ വെച്ചിട്ടും ഈ ഒരു പൗഡർ വെച്ചിട്ടൊക്കെ ഒരു കമ്പാരിസൺ വീഡിയോ നമുക്ക് കമ്മിങ് വീഡിയോസിൽ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വെറ്റാക്കിയിട്ട് ആ കോട്ടൺ പാഡ് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്യാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാൻ പറയാം, ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് 20 മിനിറ്റ് വെച്ച് നേരെ മറിച്ച് ഞാൻ കാണിച്ച ആ ഇലക്ട്രിക് ട്രിമ്മർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം കഴിയും. അത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, പെട്ടെന്ന് കഴിയും. കാരണം 20 മിനിറ്റ് വെക്കുകയൊന്നും വേണ്ട. പക്ഷേ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് ഇത് ഓർഗാനിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, സ്കിന്നിന് ഒരു ഹാംഫുൾ എഫക്റ്റും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓർഗാനിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്മെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിലെല്ലാം ഓർഗാനിക് ആകുമ്പോൾ അങ്ങനെയാണ്. സംഭവം വർക്ക് ആവുന്നുണ്ട് കേട്ടോ, പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ആ ഒരു ഒറ്റ പോർഷൻ മാത്രം വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ശരിക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചില ടൈമിൽ
ഇങ്ങനെ മുള്ളു പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ നമ്മളിത് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ശരിക്കും പോയിട്ടുണ്ട്. സംഭവം യൂസ്ഫുൾ തന്നെയാണ്, നല്ലത് തന്നെയാണ്, ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ക്ലെയിം ചെയ്യുന്ന പോലെ 20 മിനിറ്റ്സ് കഴിഞ്ഞ് വൈപ്പ് ഓഫ് ചെയ്യുമ്പോൾ ശരിക്കും വർക്കിംഗ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ടൈം ഉള്ളവർക്കാണ് കുറച്ചും കൂടി ഇത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞ മറ്റേ വീറ്റ് ട്രിമ്മർ വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് നമുക്ക് 5 മിനിറ്റ്സ് കൊണ്ട് കഴിയും. ഇത് നിങ്ങൾക്ക് ടൈം ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബിക്കോസ് കെമിക്കൽസ് ഒന്നുമില്ല. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.